ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പിഗ്മെൻറ്റ് യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് റെസിൻ ആർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റെസിൻ ക്ലോക്ക് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. അതായത് ബേസിക്കായിട്ട് ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലോക്ക് ഫസ്റ്റ് ബേസിക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ആദ്യം തന്നെ ഇതുപോലുള്ള ഒരു MDF ബോർഡ് എടുക്കുക. എന്നിട്ട് നമ്മളെ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും എന്തായാലും പിഗ്മെൻറ്റ്, അതായത് അക്രിലിക് കളേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നോർമൽ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്താക്കിയാൽ മതി, ഇതുപോലെ MDF ബോർഡിന് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറ് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്ലൂവും നേവി ബ്ലൂവും അതുപോലെ വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിഗ്മെൻറ്റ് ഇല്ലാതെ എങ്ങനെ റെസിൻ ക്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം പലരും പറയുന്ന ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പിഗ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് റെസിൻ ക്ലോക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. നമ്മൾ റെസിൻ അതായത് നമ്മുടെ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെസിൻ ക്ലോക്ക് ചെയ്യാം കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ ഏത് കളറാണോ നമുക്ക് വേണ്ടത്, സ്റ്റെപ്പ് 1 ആണിത്. നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറ് നമ്മൾ എന്താക്കുക, നമ്മുടെ MDF ബോർഡ് ബേസ്, ഇത് 12 ഇഞ്ചിൻ്റെ ബേസാണ്, അതിന് അടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. കാരണം അക്രിലിക് കളറ് ആ ഒരു 12 കളറിൻ്റെ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഏത് ഇഷ്ടമുള്ള കളറും ഉണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരക്കാം. ഇനി ബീച്ച് തീമാണെങ്കിൽ ബീച്ച് തീം ചെയ്യാം. അങ്ങനെ നമുക്ക് ഏത് കളറാണോ വേണ്ടത്, ഏത് മോഡലാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് എന്താക്കാം, ഇതുപോലെ അടിക്കുക. ഇനി കളറും പെയിൻറ്റിങ്ങും ഒന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അവരും ടെൻഷൻ അടിക്കേണ്ട. കാരണം ഒരു ബേസിക് കളർ അടിക്കാൻ എന്തായാലും എല്ലാവർക്കും പറ്റും. അത് നമ്മളിങ്ങനെ പെയിൻ്റ് എടുത്ത് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല. പെയിൻ്റ് അടിക്കുക എന്നുള്ളത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. ഏതെങ്കിലും ഒരു സിംഗിൾ കളർ വെച്ച് ചെയ്താലും മതി കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ചെയ്ത് ഇതാകുമ്പോൾ നമുക്കത് കറക്റ്റ് ശീലമായിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലോക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലോക്ക് കേട്ടോ. ഞാനിവിടെ ഈ ഒരു കളർ തീമിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു കളറിനെ ഡ്രൈ ചെയ്യാൻ വെക്കണം. അതൊരു 15-20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഈ ഒരു അക്രിലിക് കളർ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ പലരും ചോദിക്കുന്നത് എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് വാങ്ങുക, എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയേണ്ട അഭിപ്രായം പരിഗണിച്ചിട്ട് നമ്മൾ ഇനി മുതൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏത് പ്രൊഡക്റ്റാണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി, നമ്മൾ പറയും. അതുപോലെ തന്നെ ഈ റെസിനായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ടർ കിറ്റ് പോലെ നമ്മൾ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടർ കിറ്റിൽ റെസിന്, പിന്നെ പിഗ്മെൻറ്റ്, അതുപോലെ തന്നെ ഗ്ലൗസ്, സ്റ്റിക്ക്, കപ്പ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബേസിക് കിറ്റും കൂടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതും വേണമെന്നുള്ളവർക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി കേട്ടോ. ആദ്യമായിട്ടൊരു ക്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കിറ്റാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ പുറമൊന്നും സാധനം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മൾ അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇതിൽ മൊത്തത്തിൽ നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ട്. അതായത് എത്ര റെസിന് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ കാര്യവും എത്ര അളവ് വേണം, എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, ഒരു ക്ലോക്ക് ഉണ്ടാക്കാം. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കലാണ്. ഇനി അടുത്തത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള മാസ്കിംഗ് ടാപ്പ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതെന്തിനാ വെച്ചാൽ റെസിനൊന്നും ബാക്ക് സൈഡിലേക്ക് ഒലിച്ചിട്ട് റെസിന് അവിടെ നമ്മുടെ MDF ബോർഡിന് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മാസ്കിംഗ് ടാപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഫുള്ളായിട്ട് സർക്കിളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, പ്ലേസ്മെൻറ്റ് ഷീറ്റ് എടുത്തിട്ട് നമുക്ക് പ്ലേസ് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ ക്ലോക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഫോട്ടോ ആണ് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഡിജിറ്റ്സ് ആണ് ചെയ്യൽ. അപ്പം ഡിജിറ്റ്സ് ഈ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡിജിറ്റ്സ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ റെസിനിൽ ഏത് ഗമ്മാണ് യൂസ് ചെയ്യലെന്ന്. റെസിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഗമ്മാണ്. ഇനി നമുക്ക് അതല്ലാതെ എക്സ്ട്രാ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഗമ്മ് എന്ന് പറയുന്നത് ഫെവിക്കോൾ തന്നെയാണ്. അല്ലാതെ ഫ്ലെക്സ് ക്യുക്ക് അതൊക്കെ യൂസ് ചെയ്താൽ ഒരു വൈറ്റിഷ് പോലെ വരുന്നുണ്ട്. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഡിജിറ്റ്സിൻ്റെ സ്ഥാനത്ത് ഫോട്ടോസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അതിന് പകരം ഡിജിറ്റ്സ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് നമ്മൾ ഫെവിക്കോളോട് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കും. പ്ലസ് നമ്മൾ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ബേബി ഡീറ്റെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ക്ലാസ് രീതി പോലെ ചെയ്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരമാവുമല്ലോ എന്ന് കരുതിയാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യമെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊന്നും ഈ ഒരു പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ഫോട്ടോവും ഈ ഡീറ്റെയിൽസ് ഒട്ടിക്കേണ്ട, അതിന് പകരം ഡിജിറ്റ്സ് ഒട്ടിച്ചാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് പണിയൊന്നുമില്ല. അത്രയും സിമ്പിളാണ്. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നമുക്ക് റെസിൻ മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ മെഷീൻ ഓൺ ചെയ്തിട്ട് അതിൽ റെസിന് നമ്മൾ 100 ഗ്രാമോളം എടുക്കുന്നുണ്ട്. 102 ഗ്രാമോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഹാർഡ്നർ അതിൻ്റെ നേരെ പകുതി എടുക്കണം. അതായത് 51 ഗ്രാം ഹാർഡ്നർ എടുക്കണം. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ 154 ഗ്രാം നമുക്ക് വേണം കേട്ടോ. 153 ഗ്രാമോളം നമുക്ക് ടോട്ടലി രണ്ടും കൂടി ആകുമ്പോൾ വരും. അപ്പോൾ അതൊക്കെ ആ ഒരു ക്ലോക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇത്രയും റെസിന് നമുക്ക് ഈ ഒരു 12 ഇഞ്ചിൻ്റെ ഈ ഒരു ക്ലോക്ക് ചെയ്യാൻ നമുക്ക് റെസിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അളവും കൂടി തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് എടുക്കാമെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എത്രത്തോളം റെസിന് വേണ്ടി വരും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അളവും കൂടി ഞാൻ കാണിച്ചു തരുന്നത്. കാരണം കുറേ ആൾക്കാർ എല്ലാ വീഡിയോൻ്റെ അടിയിലും വന്ന് മെയിനായിട്ട് ചോദിക്കുന്ന കാര്യമാണ് മെഷർമെൻ്റ് ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. അതുകൊണ്ടാണ് മെഷർമെൻറ്റും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കതെന്താക്കാം, മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, മെല്ലെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് സ്ലോ ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതും 10 മിനിറ്റ് തന്നെ എന്തായാലും മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വെക്കണം കേട്ടോ. അതെന്തിനാ വെച്ചാൽ വെയ്യ നമ്മളത് ഒഴിക്കുമ്പോൾ നമുക്കതിൽ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതും ഓപ്ഷണലാണ്. കാരണം അധികം ആൾക്കാർക്കും ഈ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺ വെച്ചിട്ടുള്ള വർക്കാണ് ഇഷ്ടം. ഇത് നമ്മൾ ബോർഡറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 400 ഗ്രാമോളം ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺ നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അത് നമ്മൾ എന്താക്കുക വെച്ചാൽ വേറൊരു കപ്പിലേക്ക് നമുക്ക് ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് റെസിൻ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇനി എന്തെങ്കിലും കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കളർ ചേർക്കാം. ഇനി കളർ ചേർക്കേണ്ട പ്ലെയിനായിട്ട് ഇങ്ങനെ മതിയാണെങ്കിൽ ആ ഒരു പ്ലെയിനിൽ തന്നെ എന്താക്കുക റെസിനും ആ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണും നന്നായിട്ടൊന്ന് എന്താക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്താക്കുകയാണ് ബോർഡറിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബോർഡറിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതായിരിക്കും കൂടുതൽ സൗകര്യം. പക്ഷെ അങ്ങനെ കൈവച്ച് ഇട്ട് കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തായിരിക്കണം, ഗ്ലൗസ് ധരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും ഷെയർ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ മാസ്ക് ഇടണം, അതുപോലെ ഗ്ലൗസ് ഇടണം. മാസ്ക് പ്രോപ്പറാണ്, അതുപോലെ ഗ്ലാസ് സ്പെക്കും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ സേഫ്റ്റി മസ്റ്റാണ്. സേഫ്റ്റി എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. സേഫ്റ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്താവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ തന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് സേഫ്റ്റി എല്ലാവരും എന്തായിരിക്കുക പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ കൈയോട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ എന്താക്കാത്ത ഗ്ലൗസ് ഇടാതിരുന്നത്. പകരം ഞാൻ ഫുള്ള് സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി കൈ കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ എന്താക്കുക ഗ്ലൗസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണ് ഫുള്ളായിട്ട് എന്താക്കുക സർക്കിളിൽ ചുറ്റും അതിൻ്റെ ബോർഡർ കണക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈയോട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കിട്ടും. ഈ സ്റ്റിക്കോടാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യമെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റെസിന് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച റെസിന് ഇത് കണ്ടില്ലേ, ഒഴിക്കുമ്പോൾ അതിലൊരു ബബിൾസ് പോലും ഇല്ല. കാരണം നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയത് കേട്ടോ. അതുപോലെ തന്നെ 10 മിനിറ്റ് നമ്മൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ റെസിൻ കറക്റ്റ് മിക്സ് ആവൂ, ഇല്ലെങ്കിൽ റെസിന് പോറാവൂല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു 2 കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി എല്ലാ ഭാഗത്തും സ്റ്റിക്ക് വെച്ചിട്ട് ഒരുപോലെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴാണ് രണ്ടാമതും അവിടെ ബബിൾസ് വരുന്നത്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ ബബിൾ റിമൂവിങ് സ്പ്രേ അല്ലെങ്കിൽ ഹീറ്റ് ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനെ എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മളെല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ചില ഭാഗത്ത് റെസിനാവില്ല, ചില ഭാഗത്ത് ആവാതിരിക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ ഈ സ്റ്റിക്ക് വെച്ച് വല്ലാണ്ട് ഫോട്ടോൻ്റെ മേലെ വലിക്കാൻ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് പോകും. അതിനാണ് ഞാൻ പറഞ്ഞത്
സിലിക്കൺ ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ സിലിക്കൺ ബ്രഷ് ഉണ്ടായിട്ടുണ്ടായില്ല. ഇത് മുന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ക്ലാസ് എടുത്ത് തരുമോ എന്ന്. ആ ഒരു അവരെ പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കുക, വേണമെങ്കിൽ ഇതും ഓപ്ഷണലാണ്. നമുക്ക് ആ ക്രിസ്റ്റൽ ക്ലിയറിൻ്റെ മേലെ ഇതുപോലെ സിൽവർ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്, അത് ഇതുപോലെ എന്താക്കുക ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മളെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇതിൽ പേള് അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇതെനിക്ക് കസ്റ്റമർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അവരെ പ്രിഫർ അനുസരിച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒപ്പം ഞാൻ നിങ്ങൾക്ക് റെസിൻ ക്ലോക്ക് ഉണ്ടാക്കാനുള്ള വീഡിയോയും കൂടി ചെയ്യുന്നെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, കാരണം ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ നോർമൽ ക്ലോക്കല്ല ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഈ പേളൊക്കെ വെച്ചാൽ ആ മിനി സിൽവർ സ്റ്റോണൊക്കെ വെച്ചാൽ വേറെ തന്നെ ഭംഗിയാണ് ഇത് കാണാൻ ഈ ഒരു കളർ തീമിൽ. അല്ലെങ്കിൽ മിനി ഗോൾഡ് ഉണ്ട്, അങ്ങനെ എല്ലാ കളറിലും മിനി സ്റ്റോൺസ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമ്മളോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചോളൂ, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബബിൾ റിമൂവിങ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇനി ഇത് ഡ്രൈ ആയി കിട്ടാൻ നോർമൽ ഡേ ആണെങ്കിൽ 24 hours വേണം. ഇനി റെയിനി സീസൺ ആണെങ്കിൽ ഒരു 2-3 ദിവസം എന്തായാലും എടുക്കും കേട്ടോ. ഇതിപ്പോൾ നോർമൽ ഡേ ആയതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഉണങ്ങി കിട്ടിയതിന് ശേഷമാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത്. അതായത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് റെസിൻ ക്ലോക്ക് ഹോൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്നോ. പറ്റും. ഇതിൻ്റെ വലിയ സൈസും ഉണ്ട്. എൻ്റെ അടുത്തുള്ള നമ്മുടെ കീ ചെയിനുള്ള ഒരു ഹാൻഡ് ഡ്രില്ലാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ലും ഉണ്ട്, നോർമലും ഉണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടി ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ല് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ഫിനിഷിങ്ങും കഴിഞ്ഞിട്ട് ഹോൾസ് ആക്കി കൊടുത്താൽ മതി. നമുക്ക് കൂളായിട്ട് എന്താക്കാൻ പറ്റും, ഹോൾസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഹോൾസിലെ MDF ബോർഡ് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അഥവാ നമ്മൾ പെട്ടു പോയിനെങ്കിൽ ഇങ്ങനെയും ചെയ്യാമെന്ന് ഒരു ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രം. ഇനി ഫൈനൽ ടച്ചപ്പും കാര്യമൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ആദ്യം നമ്മൾ എന്താക്കുന്ന, അടിയിൽ ഒട്ടിച്ച മാസ്കിംഗ് ടാപ്പ് ഇതുപോലെ ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് എല്ലാം റിമൂവ് ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരുപാട് റെസിൻ അവിടെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട, കാരണം അതൊക്കെ നമ്മുടെ മാസ്കിംഗ് ടാപ്പിൻ്റെ മേലെയാണ് ആയിട്ടുള്ളത്, നമ്മുടെ ബോർഡിനായിട്ടുണ്ടാവില്ല. അത് ഇതുപോലെ നമുക്ക് എന്താക്കാം, ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് റിമൂവ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി രണ്ടാമത്, അപ്പോൾ ഹീറ്റ് ഗണ്ണും നമുക്കെന്താ ഒരു ബേസിക്കായിട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഹീറ്റ് ഗണ്ണൊക്കെ കേട്ടോ. ഹീറ്റ് ഗണ്ണ്, റെസിൻ, ബബിൾ റിമൂവിങ് സ്പ്രേ, അങ്ങനെ ഒരുപാട് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്ലോക്കിലെ മെഷീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 18 mm മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുക. നോർമൽ ക്ലോക്കിന് കുറച്ച് വർക്കും കാര്യമൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ മേലുള്ളത് യൂസ് ചെയ്യും. ആദ്യം നമ്മൾ ക്ലോക്കിൻ്റെ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കുന്നത്, പിന്നെ അതിലേക്ക് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ നമ്മളത് എന്താക്കുന്നത് ക്ലോക്കിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഗോൾഡൻ സർക്കിൾ എന്താക്കുകയാണ് അതിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് എത്രത്തോളം ചെയ്യണം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളത് ഹാങ് ചെയ്യുമ്പോൾ അത് ലൂസായി പോകും കേട്ടോ. അതായത് നമ്മൾ ബാക്കിൽ കണ്ടോ ഷേക്ക് ചെയ്ത് നോക്കുമ്പം അത് അനങ്ങാത്ത അത്രയും രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഹാങ്ങിങ്സ് കറക്റ്റ് നിൽക്കൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നീഡിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ബ്ലൂ ആൻഡ് സിൽവർ തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ സിൽവർ നീഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ചെറിയ സൂചി ഇട്ട് കൊടുക്കുന്നത്, പിന്നെ വലിയ സൂചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ സൂചി ഒന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വലിയ സൂചി അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഓരോ സൂചി ഇട്ടതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് അത് വർക്കാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ബാക്കിൽ ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ആൻഡ് ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് സൂചി ഇട്ട് കൊടുക്കുന്നത്. ഈ സൂചി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തില്ല എന്ന മട്ടിൽ വേണം എന്താക്കാൻ ഈ ഒരു സൂചി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോയാൽ പിന്നെ ആ നീഡിൽ സെറ്റേ വർക്ക് ചെയ്യാണ്ടാവും കേട്ടോ, വെറുതെ വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ അതിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ, നല്ലോണം പ്രസ് ചെയ്യരുത് കേട്ടോ അത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഫൈനൽ നമ്മൾ ആ ബോർഡറിൽ സിൽവറിൻ്റെ മാർക്കർ വെച്ചിട്ട് ബോർഡർ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു സിൽവർ ഫിനിഷിങ്ങിന് ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോണിൻ്റെ മേലെയും കൂടി ഇതുപോലെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് റെഡി. അതായത് പിഗ്മെൻറ്റ് യൂസ് ചെയ്യാതെ നമുക്ക് റെസിൻ ക്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പോൾ
നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ടും വരാം. ടാറ്റാ, ബൈ ബൈ.